അച്ഛമ്മ അവൾക്ക് എന്നും ഒരു അത്ഭുതമായിരുന്നു. പഴമകളുടെ തടവറയിൽ സ്വയം ബന്ധിക്കപ്പെടാൻ അനുവദിക്കാതെയും തൂലികയെ പടവാളാക്കിയ സരസ്വതി അമ്മയെ നേരിൽ കാണാൻ അവൾ ഒത്തിരി ആഗ്രഹിച്ചു. സരസ്വതി അമ്മയുടെ 6 മക്കളും അമ്മയുടെ എഴുത്തിൽ അസ്വസ്ഥരായിരുന്നു. വിദ്യാസമ്പന്നർ എങ്കിലും സ്ത്രീകൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ചേക്കേറുന്നതിൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു. നിരവധി സാഹിത്യ അക്കാദമി അവാർഡുകൾ സരസ്വതി അമ്മയെ തേടിയെത്തിയിട്ടും ജന്മം നൽകിയ മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ സരസ്വതി അമ്മയ്ക്ക് ഒരു അഭിനന്ദനമോ സ്നേഹത്തോടെ ഉള്ളൊരു നോട്ടമോ കിട്ടിയിട്ടില്ല. അടുക്കളയിലെ പാത്രങ്ങൾ കൊണ്ട് ഒച്ചയുണ്ടാക്കേണ്ടവൾ ടൗൺ ഹാളിലെ മൈക്കിൽ ധൈര്യപൂർവ്വം വാക്കുകൾ അമ്മാനമാടുന്നത് വീട്ടിലുള്ളവർക്ക് നാണക്കേടായിരുന്നു. ഭർത്താവിന്റെ മരണം, കുട്ടികളുടെ കല്യാണം, ഓരോരുത്തരായി തറവാടിന്റെ പടിയിറങ്ങി. സരസ്വതി അമ്മ തനിച്ചായി. എന്നാൽ അച്ഛമ്മയെ ആദരപൂർവ്വം നോക്കിക്കണ്ട ഇളയ മകന്റെ മകൾ 21 വയസ്സുകാരി ദക്ഷ മാതാപിതാക്കളുടെ അടുത്തു നിന്നും വഴക്കുണ്ടാക്കി അവളുടെ അച്ഛമ്മയെ കാണാൻ ഒരു വേനലവധിക്ക് നാട്ടിലെത്തി. നിറം മങ്ങിയ ഒരു വലിയ തറവാട്. അവൾ ചിതൽ തിന്ന പടിപ്പുരവാതിൽ തള്ളി തുറന്നു. അതൊരു വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. മുറ്റം നിറയെ മുളകും ഇഞ്ചിയും മഞ്ഞളും വെയിൽക്കായും. ഉമ്മറത്ത് ഒരു കിണ്ടി നിറയെ വെള്ളമുണ്ട്. അവൾ അവളുടെ വില കൂടിയ ഷൂസിന്റെ വള്ളികളെ സ്വതന്ത്രരാക്കി. കാലുകൾ കഴുകി കെട്ടിത്തൂക്കിയ നിലയിലുണ്ടായിരുന്ന മണിയെ തട്ടി ഉണർത്തി. അത് വളരെ കാലമായി ഒന്നുണരാൻ കാത്തു കിടപ്പായിരുന്നു. തറവാടിന്റെ പ്രധാന വാതിൽപ്പാളി അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. നിറപുഞ്ചിരിയോടെ ഒരു വൃദ്ധ അവൾക്കരികിലേക്ക് നടന്നു വന്നു. നടുലേശം വളഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ഞ് പുതച്ച തലയിൽ അവിടെ ഇവിടെ കറുത്ത മുടിയിഴകളും ഉണ്ടായിരുന്നു. അവരുടെ ഊഴം കാത്ത് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് ഒതുക്കി വെക്കാനാവാത്ത വിധം അവരുടെ മുലകൾക്ക് നീളമുണ്ടായിരുന്നു. 6 ജീവനുകൾക്ക് പോഷണം നൽകിയതിനാലാവാം ദക്ഷ ആ വൃദ്ധയെ തന്റെ മാറോട് ചേർത്തു. നിറം മങ്ങിയ ചിതലരിച്ച ഷെൽഫിൽ ഒത്തിരി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകളും വിരലുകളും അതിനിടയിൽ പരതി നടന്നു. അതിനിടയിൽ പ്രസിദ്ധീകരിക്കാത്ത ഒരു ബുക്കും. തമ്പുരാൻ. മറ്റെല്ലാ പുസ്തകങ്ങളും അവൾ ഒരു 100 ആവർത്തി വായിച്ചതാണ്. എന്നാൽ തമ്പുരാൻ എന്തുകൊണ്ട് അത് പ്രസിദ്ധീകരിച്ചില്ല? ഇനി പ്രസിദ്ധീകരിക്കപ്പെടാൻ യോഗ്യതയില്ലാഞ്ഞിട്ടാണ്. ഒടുവിൽ അവളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവൾ ആ പുസ്തകം തുറന്നു. 1878 തെക്കുംകൂർ ഭരിച്ച അവസാന തമ്പുരാൻ ആദിത്യവർമ്മ തിരുവിതാംകൂറിൽ നിന്നും ഒരു അസാധാരണ വിവാഹം ചെയ്തു. ചൊവ്വാദോഷവും മറ്റു ഗ്രഹപ്പിഴകളുമുള്ള തമ്പുരാട്ടിയെ വേളി കഴിച്ചയക്കാൻ ആവാത്ത വിധം തിരുവിതാംകൂർ മഹാരാജാവ് ധർമ്മസങ്കടത്തിലായി. എന്നാൽ തെക്കുംകൂർ രാജവംശം കൊട്ടാരത്തിന്റെയും പ്രജകളുടെയും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി തിരുവിതാംകൂർ തമ്പുരാട്ടിയെ ആദിത്യവർമ്മയ്ക്ക് പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. തമ്പുരാനും തമ്പുരാട്ടിയും ഒരിക്കലും നേരിൽ കാണാൻ പാടില്ല. തമ്പുരാന്റെ മുൻപാകെ വരുമ്പോൾ തമ്പുരാട്ടി ശീല കൊണ്ട് മുഖം മറയ്ക്കണം. ഒരു കാരണവശാലും ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. കൂടാതെ 3 മാസങ്ങൾക്ക് ശേഷം ആദിത്യവർമ്മ മറ്റൊരു വിവാഹം കഴിക്കും. അതിനുശേഷം തിരുവിതാംകൂർ തമ്പുരാട്ടി മരണം വരെയും കൊട്ടാരത്തിൽ അനുവദിക്കപ്പെട്ട കിടപ്പറയിൽ പുറത്തിറങ്ങാതെ ചെലവഴിക്കണം. എന്നാൽ ആദിത്യവർമ്മ ഈ വ്യവസ്ഥയിൽ അസ്വസ്ഥനായിരുന്നു. പക്ഷെ മറ്റു പ്രതിവിധികളില്ലാത്തതിനാൽ തിരുവിതാംകൂർ തമ്പുരാട്ടിയെ വിവാഹം ചെയ്തു. എത്ര വലിയ കോലാഹലങ്ങൾക്കിടയിലും തമ്പുരാൻ തമ്പുരാട്ടിയുടെ പാദസരങ്ങളുടെ ശബ്ദം തിരിച്ചറിഞ്ഞിരുന്നു. എങ്കിലും ആ മുഖം ഒന്ന് കാണാൻ മാത്രം മാർഗമില്ലായിരുന്നു. 3 മാസങ്ങളുടെ അവസാനം ആദിത്യവർമ്മയുടെ 2ാം വിവാഹം. എന്നാൽ ശാന്തി മുഹൂർത്തത്തിന് അല്പസമയം മാത്രം ശേഷിക്കെ ആദിത്യവർമ്മ കൊട്ടാരത്തിന് വെളിയിലിറങ്ങി. താൻ ആദ്യമായി താലി ചാർത്തിയവൾ, ജീവന്റെ പാതിയാക്കിയവൾ, ഇന്ന് വരെയും ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാത്തവൾ, അവളുടെ ജീവിതം തന്റെ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഇവിടെ ഹോമിക്കുമ്പോൾ താൻ എങ്ങനെയാണ് നവവധുവിനൊപ്പം ശാന്തി മുഹൂർത്തം ആഘോഷിക്കുക? ആ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കൊട്ടാരം ജോത്സ്യന്റെയും ഉപദേഷ്ടാവിന്റെയും മറ്റുള്ളവരുടെയും ചരടുവലികൾക്കിടയിൽ ബന്ധിക്കപ്പെട്ട തമ്പുരാനും തമ്പുരാട്ടിയും. തമ്പുരാൻ തിരികെ മണിയറയിലേക്ക് ചുവടുവെച്ചു. എന്നാൽ തമ്പുരാട്ടിയുടെ പാദസരങ്ങളുടെ കിലുക്കം തമ്പുരാനെ നിശ്ചലനാക്കി. തമ്പുരാന്റെ നെഞ്ചൊന്ന് പിഴഞ്ഞു. അത് പെരുമ്പറ മുഴക്കി. മുകളിലെ നിലയിലെ കിളിവാതിലിൽ അതാ തമ്പുരാട്ടി. തമ്പുരാന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആ മുഖം ആദ്യമായി തമ്പുരാൻ കണ്ടു. എന്നാൽ ഒളിഞ്ഞും പതുങ്ങിയും തമ്പുരാട്ടി ആ മുഖം ആവോളം ആസ്വദിച്ചിരുന്നു. ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത ആ വൈഡൂര്യത്തെ അവൾ നിത്യവും ആരാധിക്കാറുണ്ടായിരുന്നു. തമ്പുരാൻ നിറകണ്ണുകളോടെ തമ്പുരാട്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ചു. ഇത്രയും നാൾ ഈ അപ്സരസിനെ കാണാൻ സാധിക്കാത്തതിൽ തമ്പുരാന് ഖേദം തോന്നി. അവൾ പടികൾ ഓരോന്നായി ചവിട്ടി താഴേക്ക് വന്നു.
അവളുടെ കുലിസിന്റെ നാദം തമ്പുരാന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. ഇരുവരുടെയും മിഴികൾ നിറഞ്ഞൊഴുകി. അവ പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കുറിക്കപ്പെട്ട ശാന്തി മുഹൂർത്തം. തമ്പുരാൻ തമ്പുരാട്ടിയെ വാരിപ്പുണർന്നു. അധരങ്ങൾ ചുംബിച്ചു. ശംഖു കടഞ്ഞ കഴുത്തും മാറിടവും ഉദരവുമെല്ലാം തമ്പുരാന് മുന്നിൽ കാഴ്ചയൊരുക്കി. വെള്ളി നിലാവിന്റെ വെളിച്ചത്തിൽ അവരുടെ മനസ്സും ശരീരവും ഒന്നായി. എന്നാൽ തമ്പുരാനെങ്കിലും നിയമം ലംഘിച്ച് ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. എന്നാൽ രാജ്യം ഭരിക്കുന്ന അവസാന രാജാവ് പദവിയൊഴിഞ്ഞാൽ രാജ്യം ആര് ഭരിക്കും? ആണിന് സ്വയനിയന്ത്രണം കൈവിട്ടു പോയെങ്കിൽ തെറ്റ് പെണ്ണിന്റെ തന്നെ. രാജ്യം വിധി കൽപ്പിച്ചു. നാടിന്റെ ക്ഷേമത്തിന് ഹോമിക്കപ്പെടേണ്ടവൾ അവളുടെ ലൈംഗിക മോഹം കാരണം രാജ്യത്തിന്റെ ഐശ്വര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അഗ്നിക്കിരയേക്കാൻ അവളെ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ തമ്പുരാൻ പാഞ്ഞെടുത്തു. അവസാനമായി നിന്റെ നാമമെങ്കിലും എന്നോട് പറയുക. ആ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. കണ്ണുകളിലെ രക്തം തളം കെട്ടി. വിറയാർന്ന ചുണ്ടുകളെ അവൾ പണിപ്പെട്ട് ചലിപ്പിച്ചു. ദാക്ഷായണി. തമ്പുരാട്ടിയെ അഗ്നി വിഴുങ്ങുന്ന വേളയിൽ സ്വയം കൈയും കാലും ബന്ധിച്ച് തമ്പുരാൻ കുളത്തിൽ ചാടി. അഗ്നിയും ജലവും ഇരുവരെയും സ്വർഗത്തിലേക്ക് ആനയിച്ചു. മറ്റൊരു ജന്മത്തിൽ ഒന്നു ചേരാമെന്ന പ്രതീക്ഷയോടെ. ദക്ഷ ആ താളം മറിച്ചു. എന്നാൽ ശൂന്യം. കഥ അവസാനിച്ചു. ഇത്രയും നല്ല കഥ എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല? ദക്ഷ പുസ്തകവുമായി അച്ചമ്മക്കരികിലേക്ക് ചെന്നു. ഇതെന്താ പബ്ലിഷ് ചെയ്യാനേ? അത് ഞാൻ നാട്ടുകാർക്ക് വേണ്ടി എഴുതിയതല്ല, അതുകൊണ്ട്. പിന്നെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും. എന്നാൽ ദക്ഷയ്ക്ക് കാത്തിരിക്കാൻ ക്ഷമയില്ലായിരുന്നു. അവൾ തറവാട് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. സമയം സന്ധ്യയോട് അടുത്തിരുന്നു. അവൾ ആകമാനം ചുറ്റി നോക്കി. ഈ തറവാട് കഥയിലെ കൊട്ടാരം പോലെ. ആ കിളിവാതിലും പടികളും എല്ലാം ബുക്കിൽ പറഞ്ഞതുപോലെ. അവൾക്ക് അത്ഭുതം തോന്നി. ഓരോ ഭാഗത്തിന്റെയും ഫോട്ടോസും വീഡിയോയും എടുത്ത് അവൾ പടിഞ്ഞാറ്റേ വശത്തെത്തി. ചുമരിലെ എട്ടുകാലി വരകൾ പോലും അവളോട് എന്തോ പറയാൻ വെമ്പുന്ന പോലെ വെപ്രാളപ്പെട്ടു. അവളുടെ മനസ്സ് അസ്വസ്ഥമായി. അവൾ തിരികെ നടന്നു. ഒരു സീറോ ബൾബിന്റെ അരണ്ട വെട്ടത്തിൽ അവൾ മയങ്ങി. മനസ്സ് നിറയെ തമ്പുരാനും തമ്പുരാട്ടിയുമായിരുന്നു. അവൾ നിദ്രയുടെ ആഴക്കടലിലേക്ക് വഴുതി വീണു. കൊട്ടാരവും തമ്പുരാനും മെല്ലെ അവളുടെ സ്വപ്നത്തിന് കൂട്ടായി വന്നു. ഒരു സുന്ദര പുരുഷൻ, തമ്പുരാൻ. ഉറക്കത്തിലെങ്കിലും അവൾ പുഞ്ചിരിച്ചു. അതാ തമ്പുരാട്ടി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന തമ്പുരാട്ടിക്ക് തന്റെ മുഖം. അവൾ ഞെട്ടി എഴുന്നേറ്റു. അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്നോളം മിടിക്കാൻ തുടങ്ങി. അവൾ ഫോൺ എടുത്തു. അമ്മയെ വിളിച്ചു. അവളുടെ മനസ്സുമെല്ലെ ശാന്തമാകാൻ തുടങ്ങി. ഉറങ്ങാൻ ധൈര്യമില്ലാത്തതിനാൽ അവൾ ഫോണിൽ സമയം ചിലവഴിച്ചു. പിറ്റേ ദിവസം അച്ഛമ്മയോട് തന്റെ വിചിത്ര സ്വപ്നത്തെക്കുറിച്ച് അവൾ പറഞ്ഞു. നീ നിന്റെ നാഥനെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് അച്ഛമ്മ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. സിനിമാ പ്രാന്തിയായ ദക്ഷയ്ക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ വിചാരിച്ചു അച്ഛമ്മയ്ക്ക് ഈ പ്രാന്തൊന്നും ഇല്ലാന്ന്. വലിയ എഴുത്തുകാരിയായിട്ടെന്ന കാര്യം അന്ധവിശ്വാസിയായി പോയില്ലേ? ഇത് അന്ധവിശ്വാസമല്ല, ചരിത്രമാണ്. ഈ നാടിന്റെ, ഈ തറവാടിന്റെ ചരിത്രം. നീയും ഞാനും ആ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളാണ്. അയ്യോ വേണ്ട, എനിക്ക് ഈ നേരം വരെ അച്ഛമ്മയോട് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നിന്റെ അച്ഛനോടും വല്യച്ഛന്മാരോടും ഒരു തർക്കം ഫോണിലൂടെ കഴിഞ്ഞ് നിൽക്കാൻ ഞാൻ. എഴുത്തുകാരി അമ്മയെ വേണ്ടാത്തവർക്ക് ഈ എഴുത്തുകാരിയുടെ സ്വത്ത് വേണം. വരട്ടെ, എല്ലാം നേരിൽ വരട്ടെ. അച്ഛമ്മ വിഷയത്തിൽ നിന്ന് തെന്നിമാറി പുലമ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടുമെടുത്ത് ദക്ഷ അവിടെ നിന്ന് പോയി. എന്തെല്ലാമോ മനസ്സിൽ കണ്ടുവന്ന അവൾക്ക് ഇവിടെ മടുത്തു തുടങ്ങി. അന്ധവിശ്വാസിയായ അച്ഛമ്മയെ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരാഴ്ചക്കകം അവൾ തിരികെ അവളുടെ രക്ഷിതാക്കൾക്കരികിലേക്ക് മടങ്ങി. വെക്കേഷൻ കഴിയാറായി. ഇനി വീണ്ടും കോളേജിലേക്ക്. ഇതിനകം അവളുടെ പാരന്റ്സ് മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം തറവാട്ടിലേക്ക് പോയിരുന്നു. കാതടപ്പിക്കുന്ന കോളേജ് പിള്ളേരുടെ അറിവുകൾക്കിടയിലൂടെ അവൾ നടന്നു നീങ്ങി. തന്റെ ക്ലാസ് മുറിയുടെ വരാന്ത ശൂന്യമാണ്. ക്ലാസ് തുടങ്ങി എന്നർത്ഥം. ക്ലാസ്സിൽ സാറുണ്ട്, എന്നാൽ ശബ്ദമത്ര പരിചയം പോരാ. അവൾ ക്ലാസ്സിൽ കയറാനുള്ള അനുമതിക്കായി ചുണ്ടുകൾ ചലിപ്പിക്കാൻ തുടങ്ങിയതും സംസാരം നിർത്തി സാർ അവളെ നോക്കി. അവളുടെ ചുണ്ടുകൾ നിശ്ചലമായി. കണ്ണുകൾ ഞെട്ടൽ കൊണ്ട് വിടർന്നു. ഈ ക്ലാസ്സിലാണോ? അയാളുടെ ഗാംഭീര്യമേറിയ വാക്കുകൾ അവളുടെ നെഞ്ചിലേക്ക് തറച്ചു കയറി. കുട്ടി തന്നോടാ ചോദിക്കുന്നേ? അവൾ ഭയന്നോടി. അയാൾ ആശങ്കയിലായി. ആ കുട്ടി ഈ ക്ലാസ്സിലാണോ? അതെ സാർ. പിന്നെന്തിനാ ഓടിയത്? അവൾ നിർത്താതെ ഓടി. ഒടുവിൽ കിതച്ച് ശ്വാസം തിരികെ പിടിക്കാനായി ചുമരിൽ ചാരി നിന്നു. അവൾ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. വിറയാർന്ന ചുണ്ടുകളെ ഒരുവിധം പാകപ്പെടുത്തി അവൾ സ്വയം ആരാഞ്ഞു. തമ്പുരാൻ എന്താ ഇവിടെ? ഫസ്റ്റ് പീരീഡ് കഴിയുന്നതുവരെ ദക്ഷ കോളേജിലെ ജാതിമര ചോട്ടിലിരുന്നു.
അവളുടെ ഹൃദയം ഇപ്പോഴും ക്രമരഹിതമായി മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആയിരിക്കുമോ? അതോ? ആ ചോദ്യം അവളെ ഒന്ന് ഉലച്ചു. അവളുടെ മുടിയിഴകൾക്കുള്ളിൽ നിന്നും വിയർപ്പൊഴുകി തുടങ്ങി. അതൊരു ചാല് പോലെ അവളുടെ കഴുത്തിലൂടെ താഴേക്കൊഴുകി. അച്ഛമ്മ, അച്ഛമ്മയെ വിളിക്കണം, വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ ഈ തോന്നൽ തന്നെ ഭ്രാന്തി പിടിപ്പിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ധൃതിയിൽ അവൾ ബാഗിന്റെ സിബ് വലിച്ചു. പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഫോൺ എടുത്തു. അച്ഛമ്മ എന്ന സേവ്ഡ് നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കുറച്ചു നേരത്തെ റിങ്ങിനു ശേഷം മറുവശത്ത് ആളനക്കം. എന്നാൽ അത് അച്ഛമ്മ അല്ലായിരുന്നു. എന്താ മോളെ? അച്ഛമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്ക്. ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. അതെന്താ? അച്ഛമ്മയ്ക്ക് എന്തേലും? അറ്റാക്കാണ്. ഞാനിപ്പോ തന്നെ വരാം. വേണ്ട, കഴിച്ചിലാവുന്ന ലക്ഷണമൊന്നുമില്ല. വന്ന് പെട്ട ഇവിടെ നിൽക്കേണ്ടി വരും. 16 കഴിയാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നാട്ടുകാർ ഓരോന്ന് പറയും. നീ വരണ്ട, അതാ നല്ലത്. എന്തായാലും നീ വന്ന് കണ്ടല്ലോ, അത് മതി. അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. പെറ്റവയറിന്റെ മരണത്തിന് പോലും വില കൽപ്പിക്കാത്ത മക്കളെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണോ, അതോ തമ്പുരാനെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണോ? അവളുടെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് ബെല്ലടിച്ചു. ഒരു പീരിയഡിന്റെ അവസാനം. അവൾ മെല്ലെ ക്ലാസ്സിലേക്ക് നടന്നു. തല ഉയർത്തി നോക്കാൻ ധൈര്യപ്പെടാതെ അവൾ വാതിൽക്കലെത്തി. ഡി! ദക്ഷ തല ഉയർത്തി നോക്കി. അയാൾ അവിടെ ഇല്ലായിരുന്നു. ഡി, ഇവിടെ വാ. ദക്ഷ തന്റെ കൂട്ടുകാരിക്ക് അരികിലേക്ക് നടന്നു. ബാഗ് ഡെസ്കിൽ വെച്ച് അവൾ ബെഞ്ചിലിരുന്നു. നീ എന്തിനാ നേരത്തെ ഓടിയത്? അത് ഞാൻ ടോയ്ലറ്റിൽ പോയതാ. 1 മണിക്കൂറോ? അതേതാ ആ പുതിയ സാറ്? മഞ്ജരി ടീച്ചർക്ക് പകരം വന്നതാ. നിന്നോട് ഇന്റർവെല്ലിനും പുള്ളിയെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ക്ലാസ്സിൽ കയറാത്തതിന്. അയ്യോ, എന്താടി നീ എന്തിനാ ഓടിയേ? അതുകൊണ്ടല്ലേ? ടോയ്ലറ്റിൽ പോയിട്ട് ഇങ്ങ് വന്നാ മതിയായിരുന്നില്ലേ? ഇന്ന് വരേണ്ടതേ ഇല്ലായിരുന്നു. അതെന്താ? എടി, ഒരു പ്രശ്നമുണ്ട്. തോന്നി. എന്താ കാര്യം? ഞാൻ തറവാട്ടിൽ ഇതിന് വരാൻ കണ്ട നേരം. ദക്ഷയുടെ മുഖം ചുളിഞ്ഞു. പിന്നീട് പറയാമെന്ന് അവൾ അഖിലേക്ക് ആംഗ്യം കാണിച്ചു. ഇന്റർവെല്ലിന് ഇനി എന്ത് ചെയ്യും? എന്ത് മറുപടി പറയും? ഇത്തവണ അവളുടെ ചിന്തകളെ കീറി മുറിച്ചത് ഡസ്റ്റർ ആയിരുന്നു. ക്ലാസ് ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. അവൾ തല കുനിച്ച് നടന്ന് ആ ഡസ്റ്റർ തിരികെ ഏൽപ്പിച്ചു. ഏത് ലോകത്താണ്? ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ. ടീച്ചർ അവളോട് ആക്രോശിച്ചു. സോറി. അവൾ ചമ്മലോടെ തിരികെ നടന്നു. അവളുടെ ചോക്ക് പൊടി പറ്റിയ തലയും അവളുടെ ചമ്മിയ മുഖവും കണ്ട് അഖില ചിരി അടക്കി വെക്കാൻ പാടുപെട്ടു. 1 മണിക്കൂറിന് ശേഷം ബെല്ലടിച്ചു. അതേ വേഗത്തിൽ അവളുടെ ചങ്കും പടപട മിടിക്കാൻ തുടങ്ങി. പോയിട്ട് വാ. ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. അതുകൊണ്ട് നീ എത്ര നാള് കാണാണ്ടിരിക്കും? നീ ഇപ്പൊ പോയി അങ്ങേരുടെ വായിലുള്ളത് കേട്ടിട്ട് ഒരു സോറിയും പറഞ്ഞ് നാളെ നേരത്തെ വന്നാ മതി. അതല്ലടി, ഞാൻ പോണില്ല. വെറുതെ ഇരട്ടി പണിയാക്കണ്ട. പോയിട്ട് വാ, ഞാൻ വരാം. പക്ഷെ അകത്ത് കയറില്ല. അയ്യോ, അത് പറ്റില്ല. നമ്മള് നിന്റെ കല്യാണം വിളിക്കാൻ പോവല്ല. പോയി കേട്ടിട്ട് വരാവാ. ഒരിൽ ദക്ഷ അഖിലേക്കൊപ്പം സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അവളുടെ കൈകളിൽ നനവ് പടർന്നു. അവൾ അത് തുവാല കൊണ്ട് തുടച്ചുകൊണ്ടേയിരുന്നു. സർ, ആദിത്യൻ സർ. അഖിലയുടെ ചോദ്യം കേട്ട് ദക്ഷ അമ്പരുന്നു. ആ ലാസ്റ്റ് ടേബിൾ. ജെയിംസ് സാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പോയിട്ട് വാ. ഇല്ല, ഞാൻ പോണില്ല. നീ എന്താ കളിക്കുന്നോ? തല്ലത്തൊന്നുമില്ല. ആള് ചൂടനൊന്നും ആണെന്ന് തോന്നില്ല. ഉപദേശിക്കാനാവും. നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം. ഇല്ല ഇല്ല, വാ, തിരിച്ചു പോവാ. ദക്ഷ! ആ പിൻവിളി അവളുടെ മേൽ കുളിർ പകർന്നു. ഇത്തവണ അവൾക്ക് അവളുടെ ഹൃദയം ചലിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ല. അവളോടൊപ്പം അവളുടെ ഹൃദയവും നിലച്ചു. എടി, സാറ് വിളിക്കുന്നു. അഖിലയുടെ വാക്കുകൾ അവളെ പകൽക്കിനാവിൽ നിന്നും തട്ടി ഉണർത്തി. ഓടി അക്കു, നമുക്ക് തിരിച്ചു പോവാ. നല്ല രസമുണ്ടാവും. മര്യാദയ്ക്ക് പോയി അങ്ങേരുടെ വായിലുള്ളത് കേട്ടിട്ട് വാ. നീയും കൂടെ വാ പ്ലീസ്. അപ്പോഴേക്കും ബെല്ലടിച്ചു. ഇന്റർവെൽ അവസാനിച്ചു. ഹൗ, വാ, ക്ലാസ്സിൽ കയറാം. എടി പക്ഷെ നീ വരാൻ നോക്ക്. ദക്ഷ! അഖില ക്ലാസ്സിൽ പൊക്കോ. ദക്ഷ അകത്തോട്ട് വാ. ഞാൻ ക്ലാസ്സിലുണ്ടാവും. അഖില അവളുടെ പിടിവിട്ടു. സ്റ്റാഫ് റൂമിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി ക്ലാസ്സിലേക്ക് പൊക്കൊണ്ടിരുന്നു. ദക്ഷ അവളുടെ കുർത്തിയുടെ ഇരുവശങ്ങളും ഞെക്കി അമർത്തി ആദിത്യന് സമീപത്തേക്ക് നടന്നു. അവളുടെ ഓരോ ചുവടിലും അവൾക്ക് ആ സ്റ്റാഫ് മുറി തറവാടായി തോന്നി. മുമ്പിലിരിക്കുന്നത് തമ്പുരാനായും. എന്നാൽ ആദിത്യൻ അവളുടെ മായാലോകത്തെ ടേബിളിൽ അമർത്തി അടിച്ചുകൊണ്ട് ഇല്ലാതാക്കി. ദക്ഷ ഒന്ന് ഞെട്ടി. താൻ എന്തെന്ന് ക്ലാസ്സിൽ കയറാഞ്ഞേ? ദക്ഷ! ചോദിച്ചത് കേട്ടില്ലേ? പിന്നെന്താ ഉത്തരം പറയാത്തെ? ഞാൻ
ഇരിക്കെ. അവൾ പതുക്കെ കസേര വലിച്ചടിപ്പിച്ചു. ആദിത്യന്റെ മുഖത്തേക്ക് അനുവാദത്തിനായി ഒന്ന് നോക്കി. അയാൾ കണ്ണുകൾ കൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. അവളുടെ കൈകൾ ഇപ്പോഴും നനഞ്ഞു കുതിർന്ന അവസ്ഥയിലാണ്. പറ, എന്തിനാ ക്ലാസ്സിൽ കയറാതെ ഓടിപ്പോയത്? അത് എന്റെ അച്ഛമ്മക്ക് അറ്റാക്ക് വന്നു. അച്ഛൻ മെസ്സേജ് അയച്ചു. ഓ, എങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? സോറി സർ. അപ്പൊ വീട്ടിൽ പോവാതെ ഇവിടെ തന്നെ നിന്നതെന്താ? അവര് നാട്ടിലാ. അച്ഛൻ എന്നോട് പോണ്ടാ പറഞ്ഞു. അത് ശരി. അപ്പൊ ക്ലാസ്സിൽ തിരിച്ചു വരേണ്ടതല്ലേ? ഒരു ക്ലാസ് മിസ്സായില്ലേ? ഞാൻ അഖിലയോട് ചോദിച്ചോളാം. അഖിലയാണോ നിന്റെ ടീച്ചർ? ആദിത്യന്റെ വാക്കുകളിൽ അമർഷം പ്രകടമായിരുന്നു. ദക്ഷ അവളുടെ കൈകളെ തുവാല കൊണ്ട് പൊതിയുന്ന തിരക്കിലായിരുന്നു. നാളെ മുതൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറിക്കൊള്ളണം. പോക്കോ. ആദിത്യൻ പറയേണ്ട താമസം. ദക്ഷ ധൃതിയിൽ കസേരയിൽ നിന്നിറങ്ങി വേഗത്തിൽ ക്ലാസ്സിലേക്ക് നടന്നു. ആദിത്യൻ അവളുടെ പെരുമാറ്റത്തിന്റെ കാരണം പിടികിട്ടാതെ ഇരിപ്പാണ്. മൂന്നാമത്തെയും നാലാമത്തെയും പീരീഡ് അവസാനിച്ചു. ഈ കഴിഞ്ഞ 2 മണിക്കൂറും അവൾ അസ്വസ്ഥയായിരുന്നു. കയ്യിലെ വേർപ്പ് തുടച്ച് ആ തുവാലം നനഞ്ഞു കുതിർന്നു. അഖിൽ അവളെ ഉടനീളം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചു. ഡെസ്കിലെ ബുക്ക് തിരികെ ബാഗിനുള്ളിൽ വെക്കാൻ പോലും മറന്ന് ദക്ഷ ഇരുന്ന് ഇരിപ്പാണ്. ഡി, ദക്ഷയുടെ മുഖം വെള്ളം കോരി ഒഴിച്ചതുപോലെ കാണപ്പെട്ടു. എന്താടി? നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അഖില രണ്ടാമതൊന്നും ആലോചിച്ചില്ല. അവൾ തലകുലുക്കി. ഇരുവരും ബാഗ് എടുത്ത് കോളേജിന് വെളിയിലേക്ക് നടന്നു. എങ്ങോട്ടാ പോവാ? ലായൽ കയറാ. എനിക്ക് വിശക്കുന്നുണ്ട്. അഖില അവളുടെ വയർ തടവിക്കൊണ്ട് പറഞ്ഞു. ഇരുവരും കൈ കൊടുത്തു പിടിച്ച് ലാല ബേക്കറിയിലേക്ക് നടന്നു. 2 ചിക്കൻ കട്ട്ലറ്റിനും 2 ലൈമിനും ഓർഡർ കൊടുത്തു. പറ, എന്താ നിന്റെ പ്രശ്നം? ദക്ഷ നീട്ടി ഒന്ന് ശ്വാസം എടുത്ത് വലിച്ചു വിട്ടു. ഉച്ചസമയമായതിനാൽ ബേക്കറിയിൽ അധികം തിരക്കില്ലായിരുന്നു. അതിനാൽ ദക്ഷ വളരെ ശബ്ദം താഴ്ത്തിയാണ് അഖിലയോട് സംസാരിക്കുന്നത്. ബേക്കറിയിലെ ചില്ലുകൂടിൽ വൈകുന്നേരത്തേക്കുള്ള പലഹാരങ്ങൾ നിരനിരയായി അടുക്കി വെക്കപ്പെട്ടു. തപ്പിയും തടഞ്ഞും ദക്ഷ ഒരു വിധത്തിൽ അവളുടെ അച്ഛമ്മയെയും തമ്പുരാനെയും തമ്പുരാട്ടിയെയും കുറിച്ചൊക്കെ പറഞ്ഞൊപ്പിച്ചു. നിനക്ക് പ്രാന്താണോ? നിനക്കതൊക്കെ കേട്ടിട്ടൊന്നും തോന്നില്ലേ? അതല്ലേ ചോദിച്ചത്, നിനക്ക് പ്രാന്താണോ? എടി അക്കു, എന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ട തമ്പുരാന്റെ അതേ മുഖവും പേരും എങ്ങനെ സാറിന് വന്നത്? ഒരാളെ പോലെ ലോകത്ത് 7 പേരുണ്ട്. പിന്നെ അങ്ങേര് ലോകത്ത് ആദ്യത്തെ ആദിത്യൻ സാറല്ല. നീ ചുമ്മാ അതും ഇതും കണക്ട് ചെയ്യാ. അല്ലടി, നിനക്ക് അറിഞ്ഞൂടെ എനിക്കിതിലൊന്നും വിശ്വാസമില്ലാന്ന്? ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പൊ ഈ മണ്ടത്തര എന്നോട് പറഞ്ഞത്. നിന്നോട് പറഞ്ഞ എന്നെ വേണം തല്ലാൻ. എന്റെ പൊന്നു കുഞ്ഞെ, ജസ്റ്റ് ഹാലൂസിനേഷൻ, അത്രേ ഉള്ളൂ. എടി, ഇത് നീ വിചാരിക്കുന്ന പോലെ അല്ല. അഖില ദക്ഷയെ ബാക്കി പറഞ്ഞു മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ കട്ട്ലറ്റ് എടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്തു. അങ്ങേര് തമ്പുരാനും അല്ല, നീ തമ്പുരാട്ടിയും അല്ല. അറ്റൻഡൻസ് വേണമെങ്കിൽ നാളെ തൊട്ട് മര്യാദയ്ക്ക് നേരത്തെ വന്നു. ദക്ഷ പിന്നെയൊന്നും മിണ്ടിയില്ല. അഖിലയ്ക്ക് എന്നല്ല, ആർക്കും അവള് പറയുന്നത് മനസ്സിലാവില്ല എന്ന് ദക്ഷ ഉറപ്പിച്ചു. ബില്ല് പേ ചെയ്തവൾ ചിന്തകളിൽ മുഴുകി നടന്നു. അഖില ഫോണിലാണ്. അവളുടെ കല്യാണം ഒരു ഗൾഫുകാരനുമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അഖില അവളുടെ ഭാവി വരനുമായി അവരുടെ ഭാവി സ്വപ്നങ്ങൾ പങ്കുവെക്കുമ്പോൾ മറുവശത്ത് ദക്ഷ ഭൂതകാലത്തിലായിരുന്നു. സ്വപ്നത്തിൽ കണ്ട തമ്പുരാൻ ആദിത്യവർമ്മയും കോളേജിലെ പുതിയ സർ ആദിത്യനും അച്ഛമ്മയുടെ നീ നിന്റെ നാഥനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാചകവും കൃഷ്ണപ്പരന്ത് കണക്കെ അവളുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുകയായിരുന്നു. കോളേജ് ഇതിനോടകം വിട്ടു. ബസ് സ്റ്റോപ്പ് നിറഞ്ഞു കവിഞ്ഞു. ബസ്സിൽ കയറാൻ തിക്കും തിരക്കുമായി. എന്നാൽ ദക്ഷ മറ്റെവിടെയോ ആയിരുന്നു. ബസ് സ്റ്റോപ്പിന് മുന്നിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ ആദിത്യൻ ചിന്താവിഷ്ടയായി നിൽക്കുന്ന ദക്ഷയെ ഒരു നോക്ക് കണ്ടു. ബസ് വന്നു വാ. ദക്ഷ അഖിലയോടൊപ്പം ബസ്സിൽ കയറി. തിങ്ങിനിറങ്ങിയുള്ള 20 മിനിറ്റ് യാത്രക്കൊടുവിൽ അവർ അവരുടെ സ്റ്റോപ്പിൽ ഇറങ്ങി. ദേ പെണ്ണെ, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ തമ്മിൽ വെറുതെ കണക്ഷൻ ഉണ്ടാക്കി ഓർത്തിങ് ചെയ്യണ്ട, മനസ്സിലായോ? ഇരുവരും ഇരുവഴികളിലായി നടന്നു. അഖില പറഞ്ഞതുപോലെ ഓവർതിങ് ചെയ്യേണ്ടെന്ന് ദക്ഷയ്ക്കും തോന്നി. വീട്ടിലെത്തി ദക്ഷ അവളുടെ ജോലികളിൽ ഏർപ്പെട്ടു. തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊട്ടാരത്തെയും എല്ലാം മറക്കാൻ അവൾ തീരുമാനിച്ചു. രാത്രി സ്വയം പാചകം ചെയ്ത പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന്റെ കോൾ വന്നു. അച്ഛമ്മയുടെ വിയോഗം അയാൾ യാതൊരു കൂസലും കൂടാതെ പറഞ്ഞു. അവൾക്ക് ഞെട്ടലൊന്നും തോന്നിയില്ല. ഈ യാത്ര കുറച്ചുകൂടെ നേരത്തെ ആവാമായിരുന്നു. ആർക്കു വേണ്ടിയാണ് ആ ചിതലരിച്ചുകൊണ്ടിരിക്കുന്ന തറവാട്ടിൽ അച്ഛമ്മയും ഇത്രനാൾ ചിതലരിച്ചത്? ചിലപ്പോൾ തന്നെ തമ്പുരാനെ പരിചയപ്പെടുത്താനോ? ഛേ! ദക്ഷ സ്വയം പഠിച്ചുകൊണ്ട് പാസ്ത കഴിക്കുന്നത് തുടർന്നു. എന്നാൽ തമ്പുരാൻ തലയിൽ നിന്ന് പടിയിറങ്ങുന്ന ലക്ഷണമില്ല. അവൾ TV കാണാൻ തീരുമാനിച്ചു. എന്നാൽ TV ഓണായപ്പോൾ കൺമുന്നിലതാ വല്യച്ഛൻ. മലയാള സാഹിത്യ ലോകത്തിന് നിരവധി സംഭാവനകൾ നൽകിയ നോവലിസ്റ്റ് ശ്രീമതി സരസ്വതി അമ്മ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അമ്മയുടെ വിയോഗത്തിൽ മനം നൊന്ത് മക്കളും മരുമക്കളും. ബുൾഷിറ്റ്. അവൾ ചാനൽ മാറ്റി. തൽക്കാലത്തേക്ക് തമ്പുരാന്റെ ചിന്തകളിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. എന്നാൽ നിദ്രാദേവി അവളെ കൈവിട്ടു.
നാളെ എങ്ങനെ ക്ലാസ്സിൽ കയറും എന്നതായി പുള്ളിക്കാരിയുടെ ചിന്ത. ഇടതും വലതും ചെരിഞ്ഞു കിടന്ന് അവൾ നേരം വെളുപ്പിച്ചു. ബസ് സ്റ്റോപ്പിൽ അഖില നേരത്തെ തന്നെ എത്തിയിരുന്നു. ദക്ഷയുടെ ആടി ഉലഞ്ഞുള്ള നടത്തം കണ്ട് അഖില അവളെ തന്നെ നോക്കി നിന്നു. എന്തേ, ഇന്നലെ സ്വപ്നത്തിൽ നിന്റെ തമ്പുരാൻ വന്നു? അഖിലയുടെ വാക്കിലും നോക്കിലും പുച്ഛം പ്രകടമായിരുന്നു. ദക്ഷ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. വന്നില്ല അല്ലേ? ആ വന്നു. എന്തേ? ആഹാ, എന്നിട്ട്? ദക്ഷ പല്ലുറുമിക്കൊണ്ട് ബസ് വരുന്ന ദിശയിലേക്ക് നോക്കി നിന്നു. അഖില ചിരി അടക്കി പിടിച്ച് ദക്ഷയെ തന്നെ നോക്കി നിന്നു. ബസ് വന്നതും കയറിയതും ഒന്നും ദക്ഷ അറിഞ്ഞിട്ടില്ല. എല്ലാം ഒരേ ക്രമത്തിൽ ചെയ്തെന്നല്ലാതെ. നീ ഇപ്പോഴും തമ്പുരാനെ ആലോചിച്ച് നിൽക്കുക അല്ലേ? ഒന്ന് പോടി. ക്ലാസ് മുറിയോടെ നടന്നടുക്കും തോറും ദക്ഷയുടെ ഹൃദയം 10 മടങ്ങ് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. നാട്ടിൽ മാവിന്റെ വിറകുകുള്ളികൾക്കിടയിൽ അവളുടെ അച്ഛമ്മ പുകഞ്ഞു തീരുന്നുണ്ടായിരുന്നു. തന്റെ ഏക ആശ്രയം സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കുന്നു. അവളിൽ നിർവികാരികത തളം കെട്ടി. സഹപാഠികളുടെ കോലാഹലങ്ങൾക്കിടയിലും അവൾ ആ ലെതർ ഷൂസിന്റെ വരവറിഞ്ഞു. അവളുടെ അടിവയറ്റിൽ ലാവ ഒഴുകുവണ്ണം ചൂടനുഭവപ്പെട്ടു. ആ ലെതർ ഷൂസുകൾ വാതിൽക്കലെത്തി. എല്ലാവരും നിശബ്ദരായി ആദരപൂർവ്വം എഴുന്നേറ്റു നിന്നു. ആദിത്യൻ വലതു കൈകൊണ്ട് എല്ലാവരോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ദക്ഷ ബാഗിനുള്ളിൽ ടെക്സ്റ്റ് ബുക്കിനായി തിരയുകയായിരുന്നു. അവന്റെ ഓരോ ചൂടും കുതിരക്കുളമ്പടി കണക്ക് അവളുടെ കാതിൽ പതിച്ചു. അവൾ തലയുയർത്തി നോക്കി.